ഒരു യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ നല്ല രൂപത്തിൽ റീച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവുന്നില്ല എന്നുള്ളത് ചില ആളുകളൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ചാനലിൽ പെട്ടെന്ന് നമുക്ക് റീച്ചിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മളുടെ അടുത്തൊക്കെ ഒരുപാട് ചാനൽസുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ചാനലുകളൊക്കെ നിങ്ങൾ പെട്ടെന്ന് റീച്ച് ആക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ചാനലിനെ റീച്ചിലേക്ക് എത്തിക്കാൻ സാധിക്കുക, ഓരോ വീഡിയോസും എങ്ങനെയാണ് വൈറൽ ആവുന്നത്, ഇതിൻ്റെ അൽഗോരിതം എന്താണ് വർക്കൗട്ട് ആവുന്നത്, എങ്ങനെയാണ് റീച്ചിലേക്ക് എത്തിക്കുന്നത്. മന്ത്ലി നമ്മൾ 1 lakh അബോ ഓരോ ചാനലുകളിലും ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത്രയും റവന്യൂവിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ഉനൈസ് മുഹമ്മദ്, ഞാൻ യൂട്യൂബ് സർട്ടിഫൈഡ് ആണ്. നമ്മളുടെ കീഴിലായിട്ട് 200-ന് മുകളിൽ ചാനലുകൾ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൺ ചെയ്യുന്ന 60+ ചാനൽസുകൾ നമ്മളുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ചാനലുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ആയിട്ട് വാട്സപ്പ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നതാണ്, ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് അത് റീച്ച് ആവുന്നില്ല, ഞാൻ വീഡിയോസ് ഇട്ടിട്ട് നല്ല രൂപത്തിൽ ഓഡിയൻസിലേക്ക് എത്തുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴായിട്ട് പറയാറുണ്ട്. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓരോ ആളുകളും യൂട്യൂബ് ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്വപ്നവുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ചാനലിലൂടെ റീച്ച് ആവണം, എനിക്കൊന്ന് നല്ലൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കണ്ടന്റ് നല്ല റീച്ചിലേക്ക് എത്തണം, അല്ലെങ്കിൽ നല്ലൊരു റവന്യൂ നേടണം എന്നൊക്കെയാണ് പലവരുടെയും ആഗ്രഹങ്ങൾ ഉണ്ടാവാറുള്ളത്. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് നല്ല രൂപത്തിൽ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടും റീച്ചിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇന്ന് ഇതിന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഞാൻ ഈ ഒരു ഡിസ്കഷനിലേക്ക് ഇറങ്ങുന്നത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള വാട്സപ്പ് മെസ്സേജസ് വന്നിട്ടുള്ളതിൽ പല ചാനലുകളും പല പ്രശ്നവുമായിട്ട് വരുന്ന സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങളുടെ ചാനൽ ലിങ്ക് അയക്കി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നേരം പല ചാനലുകൾ നോക്കുന്നേരം ഒരു കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ കിട്ടാറ് വളരെ കുറവാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറാണ്, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതേപോലെയുള്ള കേസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവിൽ ഒരു ചാനൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ ക്വാളിറ്റി കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ആ വീഡിയോ മുഴുവൻ വാച്ച് ചെയ്തിരിക്കുന്നതും. അതേപോലെ നമ്മളുടെ ചാനലും ജനങ്ങൾ കാണുന്ന സമയത്ത് അതിൽ ഇഷ്ടപ്പെടണം എന്നുള്ളത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാനൽ ലിങ്ക് കിട്ടി ഓപ്പൺ ചെയ്ത് നോക്കുന്നവരെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 60 അബോവ് വീഡിയോസ് ഞാൻ നോക്കിയ സമയത്ത് വീഡിയോസുകളുണ്ട്. വീഡിയോസൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഒരു നിലക്കും കയറുന്നില്ല. അതിൻ്റെ റീസൺ നോക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചാനലിന് നല്ല രൂപത്തിലൊരു പേര് പോലും സെറ്റ് ചെയ്തിട്ടില്ല. ചാനലിൻ്റെ നെയിം സെറ്റ് ചെയ്യുന്ന നേരം നല്ല രൂപത്തിലുള്ളൊരു പേര് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഒക്കെ ഓരോരുത്തരുടെയും ഫോണിൽ ഒരു മെയിൽ ഐ ഡി ഉണ്ടാവും. ആ മെയിൽ ഐ ഡിയിൽ സ്വാഭാവികമായിട്ടും ചാനലുകൾ കിടക്കുന്നുണ്ടാവും. ആ ചാനലിലേക്ക് എന്തെങ്കിലും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാകുമ്പോൾ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ സാധിക്കും. ഇനി ഇടയിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, നിങ്ങളൊക്കെ ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും 1000 മണിക്കൂറിന് 2500 രൂപയ്ക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് വഴി വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാം. 10,000 വ്യൂസിന് വെറും 2500 രൂപ മാത്രമാണ് വരുന്നത്. താഴെ കാണുന്ന നമ്പറിൽ അതിന് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല രൂപത്തിൽ ചാനലിൻ്റെ നെയിം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഞാൻ ആ ഒരു ചാനൽ കണ്ട സമയത്ത് ഒരു പ്രൊഫൈൽ പിക്ചർ പോലും കൊടുത്തിട്ടില്ല, ചാനലിൻ്റെ നെയിം പ്രോപ്പർ അല്ല. അത് ആള് നന്നായിട്ട് വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് റീച്ച് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. വീഡിയോസിൻ്റെ സൈഡിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ചാനലിൻ്റെ ഒരു മെയിൻ ഒരു ഇൻ്റർഫേസ് സെക്ഷൻസ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാനലിൻ്റെ നെയിം എന്നുള്ള ഏരിയയിലാണ്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറാണ്. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാനൽ ആർട്ടാണ്.
ചാനൽ ആർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ചാനൽ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് കാണുന്ന സമയത്ത് ഇത് കൊള്ളാമല്ലോ, നല്ലൊരു ചാനലാണല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരണം. ആ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ചാനൽ ആർട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ആ ചാനൽ ആർട്ട് വന്നു, പ്രൊഫൈൽ പിക്ചർ വന്നു, നെയിമും വന്നു. ഇത് കൊള്ളാമല്ലോ, നല്ലൊരു ചാനലാണല്ലോ എന്ന് ജനങ്ങൾ പറയും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇനി 4ാമത് ഞാൻ പറയാൻ പോകുന്നത്, നമ്മളുടെ എല്ലാ വീഡിയോസുകളും ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു വീഡിയോ വൈറലാവുന്നത്, എങ്ങനെയാണ് അതിന് റീച്ചിലേക്ക് എത്തുന്നത് എന്നുള്ളത്. അപ്പം ഒരു വീഡിയോ ഇറങ്ങുന്ന സമയത്ത് ആ വീഡിയോ റീച്ച് ആവാൻ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ടോപ്പിക്, നമ്മൾ ഏത് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്താലും നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കോളൂ, നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ ഈ ഒരു ചെയർ ഇവിടെ നിന്ന് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനായിരിക്കും ചിലപ്പോൾ ലാക്സ് വ്യൂസ് ഉണ്ടാവുക. അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് വീഡിയോസിനും നമുക്ക് റീച്ച് എത്തിക്കാൻ പറ്റും. ആ റീച്ചിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് ഇൻട്രാക്ഷൻസ് എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ നമ്മൾ പറയുന്ന ടോപ്പിക്ക് ഒരാൾ കാണാൻ വരികയാണെങ്കിൽ, അതായത് വ്യൂ ചെയ്യാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു വീഡിയോ ആൾ കാണുന്നത് എന്താണ്, വീഡിയോൻ്റെ ഇന്നർ ലെവലല്ല. അപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. പക്ഷെ നിങ്ങളിത് കാണാൻ വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ കാണുന്നത്, ആ വീഡിയോൻ്റെ ടൈറ്റിൽ, തംബ്നെയിൽ. ഈ ടൈറ്റിൽ, തംബ്നെയിൽ കാണുന്ന സമയത്ത് ഇത് ഓക്കെ ആണല്ലോ, ഞാനൊന്ന് കണ്ടു നോക്കട്ടെ, എനിക്ക് വേണ്ട ടോപ്പിക്ക് ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന രൂപത്തിൽ നമ്മൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് തംബ്നെയിലുള്ള കണ്ടൻറ്റും അതിൻ്റെ ക്രിയേറ്റിവിറ്റിയും പ്രോപ്പറായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ തംബ്നെയിൽ ഉഷാറാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ക്ലിക്ക് വരും, വീഡിയോ കാണാൻ ഓപ്പൺ ചെയ്ത് വരും. ഈ തംബ്നെയിലിൽ നല്ല ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക, അതേപോലെ ടൈറ്റിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ ശേഷം ചില വീഡിയോസുകളൊക്കെ ചില ആളുകൾ ലിങ്ക് അയച്ചു തരുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ കാണാം വീഡിയോ 0001 അല്ലെ 0010 എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലുള്ള നമ്പേഴ്സ്. അതായത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് നേരെ അപ്ലോഡ് ചെയ്ത് അത് പബ്ലിഷ് ആവുന്ന രൂപം. അതായത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് ഫോണിൽ എന്താണോ നെയിം ഉള്ളത് അത് തന്നെയാണ് ടൈറ്റിലായിട്ട് വരുന്നുണ്ടാവുക. അതിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, ഒരു വ്യൂ പോലും കിട്ടില്ല. അതേസമയത്ത് അവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നു, നല്ലൊരു തംബ്നെയിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓഡിയൻസിലേക്ക് പോകും. ഓഡിയൻസ് എന്ത് ചെയ്യും, റീച്ച് ഇംപ്രഷൻ പോയിട്ട് ആളുകൾ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂസ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, ടൈറ്റിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മളൊരു തംബ്നെയിലും ടൈറ്റിലും ഒക്കെ പെർഫെക്റ്റ് ആക്കിയെന്ന് വെച്ച് ആ വീഡിയോ വൈറലാകില്ല. വൈറലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തംബ്നെയിൽ പെർഫെക്റ്റ് ആക്കി, ടൈറ്റിൽ പെർഫെക്റ്റ് ആക്കി, ആ വീഡിയോ ഒരാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങിയ ഒരാൾ അവസാനം വരെ കണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബിന് മനസ്സിലാവും ഈ വീഡിയോ കൊള്ളാമല്ലോ, നമുക്ക് ഇതൊന്നും റീച്ചാക്കാം. അപ്പോൾ നല്ലൊരു വാച്ച് ടൈം ആ വീഡിയോയിൽ കൂടുതൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും യൂട്യൂബ് കൂടുതൽ ഇംപ്രഷൻ കൂടുതൽ ആളുകളിലേക്ക് കൊടുക്കും. ആ കൂടുതൽ ആളുകളിലേക്ക് ഇംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് ആ ടൈപ്പ് ഓഫ്, അതായത് ഫസ്റ്റ് ഒരാൾ വന്ന് വീഡിയോ കണ്ട് ആ വീഡിയോ അദ്ദേഹം ഒരു ലാസ്റ്റ് വരെ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റ് ഉള്ള ഓഡിയൻസ് വേറെ ഒരുപാട് പേരുണ്ടാവും. അവരിലേക്കാണ് വീണ്ടും റീച്ച് ഇംപ്രഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവരും അത് ക്ലിക്ക് ചെയ്ത് അവരും കൂടുതൽ സമയം കാണുമ്പോൾ യൂട്യൂബ് മനസ്സിലാക്കും ഇത് ഈ ടൈപ്പ് ഓഫ് ഓഡിയൻസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അവരിലേക്ക് കൂടുതൽ ഇംപ്രഷൻ കൊടുക്കും, നല്ല റീച്ചിലേക്ക് എത്തിക്കും എന്ന രൂപത്തിലാണ് അതിൻ്റെ ഒരു സൈഡ് പോകാറുള്ളത്. ഞാൻ പറയുന്ന പിക്ചർ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ചാനലുകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങളുടെ ചാനലിൽ ബേസ് മുതൽ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചാനലിന് എന്ത് ടൈപ്പ് ഓഫ് ഇഷ്യൂസുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ചാനൽ ഹാക്കായി പോയ ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ എങ്ങനത്തെ എന്ത് ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിനു വേണ്ടി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്തു, നെയിം സെറ്റ് ചെയ്തു, ഇത് കഴിഞ്ഞ് ചാനൽ ആർട്ട് സെറ്റ് ചെയ്തു, പിന്നെ വീഡിയോൻ്റെ തംബ്നെയിൽ സെറ്റ് ചെയ്തു, ടൈറ്റിൽ സെറ്റ് ചെയ്തു. ഇനി 6ാമത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇൻട്രാക്ഷൻസ് വരാൻ. നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഹായ് ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നിങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ചു നീട്ടുന്നതിന് പകരം നമ്മളുടെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് എൻട്രി കൊടുക്കുക.
ആദ്യമായിട്ട് ഒരാൾ നമ്മളെ കാണാൻ വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ സമയമൊന്നും ഉണ്ടാവില്ല. ഹായ് ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ് എന്നൊന്നും കേൾക്കാനുള്ള സമയമൊന്നും ആർക്കും ഉണ്ടാവില്ല. ആദ്യം നമ്മൾ ഡയറക്റ്റ് എൻട്രി കൊടുത്തിട്ട് അതിൻ്റെ ശേഷം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ രൂപത്തിലുള്ള ടൈം എടുത്ത് ചെയ്യാം. അത് കുഴപ്പമില്ല. നമ്മൾ ആളുകളോട് ഇപ്പം നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിക്കുന്ന നേരം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പേഴ്സണലി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുന്ന നേരം സ്വാഭാവികം കേട്ടിരിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാവും. അതെന്താണ് പറയാൻ പോകുന്നത് കേൾക്കാനുള്ളൊരു താല്പര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു പെർഫെക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാം. പിന്നെ നല്ല കണിശഭാവത്തോടു കൂടി ടൈറ്റായിട്ട് ഇരിക്കുന്ന രൂപങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇതാക്കണം ഇങ്ങനെ വീഡിയോ ചെയ്യുക എന്ന സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ കൂളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ആളുകളോട് ഡയറക്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇങ്ങനെ വീഡിയോസുകൾ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ നല്ലൊരു റീച്ചിലേക്ക് നമ്മളുടെ ചാനൽ എത്തിക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചാനലുകളെല്ലാം റീച്ചാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആവശ്യമുണ്ടാവും, അതേപോലെ വാച്ച് ടൈം ആവശ്യമുണ്ടാവും, അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സിലൂടെ വ്യൂസ് ആവശ്യമുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി എന്ത് ടൈപ്പ് ഓഫ് സർവീസസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് ടൈപ്പ് ഓഫ് സർവീസസ് ആവശ്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്